നേഷനിൽ പ്രധാനമായും 4 നേഷൻസ് ഉണ്ട്. എർത്ത് നേഷൻ, ഫയർ നേഷൻ, എയർ നേഷൻ, വാട്ടർ നേഷൻ. അതത് കിങ്ഡംസിലുള്ളവർക്കും ആ പേര് സൂചിപ്പിക്കുന്നത് പോലെയുള്ള കഴിവുകളുണ്ട്. ഇപ്പൊ നമ്മൾ കാണുന്നത് ഫയർ നേഷനിലെ കാഴ്ചകളാണ്. എർത്ത് നേഷനിലുള്ള എർത്ത് ബെൻഡറായ ഒരാൾ ഈ ഫയർ നേഷൻ ചെയ്യാൻ പോകുന്ന യുദ്ധതന്ത്രങ്ങൾ അടങ്ങിയിട്ടുള്ള രേഖ എടുത്തോണ്ട് ഓടിപ്പോകുന്നു. അയാളെ പിടിക്കാനായിട്ട് പിറകെ ഫയർ ബെൻഡേഴ്സ് വരുന്നുണ്ട്. എർത്ത് ബെൻഡറിന്റെ കഴിവ് എന്താണെന്ന് വെച്ചാൽ എർത്തിലെ കാര്യങ്ങൾ വെച്ച് അയാൾക്ക് പവർ ഉണ്ടായിരിക്കും, അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഫയർ ബെൻഡേഴ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫയറിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മുടെ എർത്ത് ബെൻഡർ ഈ യുദ്ധതന്ത്രങ്ങൾ അടങ്ങിയിട്ടുള്ള രേഖ അദ്ദേഹത്തിന്റെ കൂടെ വന്ന ഫ്രണ്ടിന് എറിഞ്ഞു കൊടുക്കുകയാണ്. ശേഷം അദ്ദേഹത്തിന്റെ കഴിവുകൾ ഉപയോഗിച്ച് ഭൂമിയിൽ നിന്ന് പൊടുന്നനെ ഒരു മതില് വികസിപ്പിച്ചെടുത്ത് കൂട്ടുകാരനോട് ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് ഇത് നമ്മുടെ നേഷനിൽ കൊണ്ടുകൊടുക്കാൻ പറയുകയും ഇദ്ദേഹം സ്വയം ഇദ്ദേഹത്തിന്റെ ജീവൻ ത്യജിച്ച് ഇവിടെ നിൽക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഇയാളെ പിടിച്ചു കെട്ടിയ ഫയർ ബെൻഡേഴ്സ് അവിടുത്തെ രാജാവായിട്ടുള്ള സോസിന്റെ അടുത്തേക്ക് ഇദ്ദേഹത്തെ കൊണ്ടുവരികയാണ്. അപ്പൊ രാജാവ് പറയുന്നുണ്ട്, നീ ഇത്ര കഷ്ടപ്പെട്ട് ഞങ്ങളുടെ യുദ്ധതന്ത്രം ഇവിടെ നിന്ന് അയച്ചു, അതും നിന്റെ നാട്ടിലേക്ക്. കാരണം ഞങ്ങൾ നിന്റെ നാടുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെടാൻ പോവാണെന്ന് നീ കരുതുന്നു. പക്ഷെ നിങ്ങളല്ല ഞങ്ങളുടെ ടാർഗറ്റ്. എല്ലാവരും ഇതറിഞ്ഞ് നിങ്ങളുടെ രാജ്യത്തെ സഹായിക്കാനായി വരുമ്പോൾ ഞങ്ങൾ എളുപ്പം ഞങ്ങളുടെ ടാർഗറ്റിലേക്ക് എത്തിച്ചേരുമെന്ന് പറഞ്ഞ് അയാളെ സോസിൻ കൊന്നുകളയാണ് ചെയ്യുന്നത്. എന്നിട്ട് അടുത്ത അവതാർ, അവൻ നമ്മൾ പിടികൂടണം എന്ന് പറയുന്നു. സോ ഇനി അവതാറിനെ പറ്റി നമ്മൾ കേൾക്കാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ 4 നേഷൻസിനും അവരവരുടെ പവേഴ്സേ ഉള്ളൂ. പക്ഷെ ഈ 4 പവേഴ്സും ഒത്തിണങ്ങിയ ഒരാളായിരിക്കും അവതാർ. അവതാർ തെരഞ്ഞെടുക്കപ്പെടുന്നത് ഓരോ ക്ലാങ്ങുകളിൽ നിന്നായിട്ടാണ്. ആദ്യം എർത്ത് ബെൻഡറിൽ ഒരാൾ, പിന്നെ ഫയർ ബെൻഡറിൽ ഒരാൾ, പിന്നെ എയർ ബെൻഡറിൽ ഒരാൾ, പിന്നെ വാട്ടർ ബെൻഡറിൽ ഒരാൾ. ഈ അടുത്ത് ഫയർ ബെൻഡറിലെ അവതാർ ആയിട്ടുള്ള രൂഗു മരണപ്പെട്ടു. ഇനി എർത്ത് ബെൻഡറിലെ ഒരാളാണ് അവതാർ ആവേണ്ടത്. അവതാർ ആവാൻ വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ടത് 12 വയസ്സുള്ള ഒരു കൊച്ചാൺകുട്ടിയാണ്. ആങ് എന്നാണ് അവന്റെ പേര്. പക്ഷെ ഈ കൊച്ചുകുട്ടിക്ക് അവനാണ് അടുത്ത അവതാർ എന്നുള്ള കാര്യം അറിയത്തില്ല. എന്നാൽ അവന്റെ മാസ്റ്റേഴ്സിന് അറിയുകയും ചെയ്യാം. നമ്മൾ ഇപ്പൊ കാണുന്നത് എയർ നാഷൻ ആണ്. ഇവിടെ നമ്മുടെ ആങ് ഉണ്ട്. അവൻ എക്സ്ട്രാ ഓർഡിനറി ആണ്. ഈ അടുത്ത് കോമറ്റ് ഫെസ്റ്റിവൽ വരുന്നുണ്ട്. അതായത് ഒരു പ്രത്യേക കോമറ്റ് ആകാശത്ത് പ്രത്യക്ഷപ്പെടും. അത് ഇവരെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ്. എല്ലാ നേഷൻസും അത് കാര്യമായിട്ട് ആഘോഷിക്കും. ഇപ്പൊ ആങ്ങിന്റെ അടുത്ത് അവന്റെ മാസ്റ്ററായ ഗാറ്റ്സോ ഇതിനെപ്പറ്റി സംസാരിക്കുകയാണ്. അവന്റെ കഴിവുകൾ ഒന്നുകൂടെ പോളിഷ് ചെയ്ത് എടുക്കണമെന്ന് ഗാറ്റ്സോ പറയുന്നുണ്ട്. അപ്പോഴാണ് സ്കൈ ബൈസൺ ജീവികൾ വരുമ്പോൾ ഇവനും കൂട്ടുകാരും അവരോടൊത്ത് കളിക്കാൻ പോകുന്നത്. ആ സമയം മാസ്റ്റേഴ്സ് ഗാറ്റ്സോനോട് ആങ് ആണ് അടുത്ത അവതാർ എന്നുള്ള രഹസ്യം നിങ്ങൾ വെളിപ്പെടുത്തിയോ എന്ന് ചോദിക്കുന്നത്. അതിന് സമയമായിട്ടില്ല എന്ന് ഗാറ്റ്സോ പറയുമ്പോൾ ഫയർ ബെൻഡേഴ്സ് എർത്ത് ബെൻഡേഴ്സുമായിട്ട് ഇപ്പൊ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അവതാർ സ്ഥാനമേറ്റില്ലെങ്കിൽ ഈ 4 നേഷൻസ് തമ്മിലുള്ള ഹാർമണി ഇല്ലാതായി പോവും. അവര് ഈ നാടുകളെയെല്ലാം പിടിച്ചടക്കും എന്ന് പറയുന്നു. അങ്ങനെ ഗാറ്റ്സോ ആങ്ങിനോട് ഈ രഹസ്യം വെളിപ്പെടുത്താനായി നിർബന്ധിതനാവുന്നുണ്ട്. പക്ഷേ കൂട്ടുകാരോടൊത്ത് ആർത്തുല്ലസിച്ച് നടക്കാൻ ആഗ്രഹിക്കുന്ന ആങ്ങിന്, അതും 12 വയസ്സുള്ള ആ കൊച്ചുകുട്ടിക്ക് താനാണ് അവതാർ എന്നുള്ള ആ രഹസ്യം കേൾക്കുമ്പോൾ അതൊരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് തോന്നുകയാണ്. അങ്ങനെ ഗാറ്റ്സോ ഈ അവതാർ സ്ഥാനം കൈമാറ്റം ചെയ്യപ്പെടുന്ന പ്രക്രിയയെ പറ്റിയെല്ലാം അവനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇപ്പോ ഫയർ ബെൻഡർ ആയിട്ടുള്ള രോഗു ഇല്ല. അടുത്തത് എയർ ബെൻഡേഴ്സിൽ നിന്നാണ് അവതാറിനെ തെരഞ്ഞെടുക്കുക. ആ ശക്തി നിനക്കാണ് വന്നു ചേർന്നിരിക്കുന്നത്. പക്ഷെ അവനത് ശരിക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ആവണ്ട എന്ന് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രാത്രിയാവുമ്പോൾ ഇവനും ഒരു സ്കൈ ബൈസൺ സുഹൃത്തുണ്ട്. അവനതിനെ അപ്പ എന്നാണ് വിളിക്കുന്നത്. അപ്പയുടെ അടുത്ത് വന്നിട്ട് അങ്ങ് പറയാണ്, എനിക്കിത് പറ്റില്ല, ഞാനും നോർമലായിട്ട് നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കൊച്ചുകുട്ടിയാണ്, എനിക്കത് മതി, ഞാൻ അവതാർ ആവില്ല, എനിക്ക് ഇവിടെ നിന്ന് എവിടേക്കെങ്കിലും പോവാൻ തോന്നുകയാണ് അപ്പ, നീ എന്നെ എവിടെയെങ്കിലും കൊണ്ടുപോകും, എനിക്ക് ഇച്ചിരി സമാധാനം വേണം എന്നവൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആപ്പയെ കാണാനായിട്ട് ക്യൂട്ടായിട്ടില്ലേ? അങ്ങനെ നമ്മുടെ ആങ് ആപ്പയുടെ പുറത്തിരുന്ന് ജസ്റ്റ് ഒരു സവാരിക്കായിട്ട് ഇവിടെ നിന്ന് പോയ അതേ രാത്രിയിൽ തന്നെയായിരുന്നു മറ്റൊരു കാര്യം ഉണ്ടായത്. ഇന്നാണ് ഗ്രേറ്റ് കോമറ്റ് ഫെസ്റ്റിവൽ. ഈ കോമറ്റ് ആകാശത്തുള്ള സമയത്ത് ഫയർ ബെൻഡേഴ്സിന് ശക്തി കൂടും. അവർ കൃത്യം ഈ ദിവസം തന്നെ ഇപ്പോൾ എയറിനെ ആക്രമിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. എന്നാൽ ഈ ഫയർ നേഷൻകാര് എർത്ത് നേഷൻ ആക്രമിക്കാൻ പോകും എന്ന് കരുതിയിരിക്കുന്ന എയർ നേഷൻകാര് ഇതിനൊട്ടും തന്നെ പ്രിപ്പയർഡ് ആയിരുന്നില്ല. ഇതിനെപ്പറ്റി ഒന്നും അറിയാതെ ആങ് ഇപ്പോ അപ്പയുടെ പുറത്ത് സവാരി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അറ്റ്മോസ്ഫിയർ വരെ വേറെ രീതിയിലേക്ക് മാറുന്നുണ്ട്. ഇപ്പൊ ഫയർ നേഷൻകാര് എയർ നേഷനിലേക്ക് വന്നവിടെ മുച്ചോട് മുടിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ മാസ്റ്റേഴ്സും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആങ്ങിനാവട്ടെ വളരെ കൊടുങ്കാറ്റും കാര്യങ്ങൾക്കും ഇടയിൽ ഒട്ടും തന്നെ കൺട്രോൾ ചെയ്യാൻ അപ്പയെ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇന്നേരത്ത് ഗാറ്റ്സോ അവിടെയുള്ള ഒരു മന്ദിരത്തിലേക്ക് കൊച്ചുകുട്ടികളെ ഓടിച്ചു കയറ്റി ഇവിടെ സേഫ് ആയിരിക്കും എന്ന് പറയുമ്പോൾ അവിടേക്ക് ആ ഫയർ നേഷൻകാർ കടന്നു ചെല്ലുന്നുണ്ട്. ആങ്ങും അപ്പയുമാണെങ്കിൽ ഇപ്പോൾ ഒരു തിരമാലക്കടിയിൽ പെട്ടുപോയി. ഗാറ്റ്സോ ആവട്ടെ തന്റെ അവസാന ശ്വാസമുള്ളത് വരെയും ഫൈറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ഫയർ നേഷന്റെ ഇടയിൽ നിന്ന് എയർ നേഷനെ രക്ഷപ്പെടുത്താൻ അദ്ദേഹത്തിനെ കൊണ്ടും കഴിഞ്ഞില്ല. ആങ് ആണെങ്കിൽ വെള്ളത്തിൽ മുങ്ങിപ്പോവുകയും ചെയ്യുന്നു.
പിന്നീട് നമ്മൾ കാണുന്നത് വോൾഫ് കേവിലുള്ള കട്ടാര എന്ന പെൺകുട്ടിയാണ്. ഇവളൊരു വാട്ടർ ബെൻഡറാണ്. അവൾ അവളുടെ കഴിവുകൾ ഇപ്പൊ ഇങ്ങനെ പരിശീലിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയം കട്ടാരയുടെ ചേട്ടനായ സോക്ക അവിടേക്ക് വരുന്നു. ബാക്കി കുട്ടികളോട് അവൻ നമുക്ക് വേണ്ടി മീൻ പിടിക്കാനായി പറയുമ്പോൾ എന്നിട്ട് നമ്മുടെ കട്ടാരയെ കൂട്ടിക്കൊണ്ട് അവൻ ഒരു കുഞ്ഞു തോണിയിലിരുത്തി കൊണ്ടുപോവാണ്. എന്നിട്ട് അവളുടെ അടുത്ത് പറഞ്ഞു, നീ ഒരു വാട്ടർ ബെൻഡറാണ്, പക്ഷെ നിന്റെ അടുത്ത് ആ കഴിവുകൾ നീ ചെയ്യല്ലേ എന്ന് പറഞ്ഞിട്ടില്ലേ? ഫയർ നേഷൻകാര് ഇതറിഞ്ഞ് ഇങ്ങോട്ട് വന്നാലുള്ള അവസ്ഥ എനിക്ക് അറിയാലോ. നമ്മുടെ ഗ്രാമത്തിലുള്ളവരെ വരെ അവരില്ലാതാക്കും. അതുകൊണ്ട് നീ ഇനി ഒരിക്കലും വാട്ടർ ബെൻഡിങ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നു. അതിനിടയ്ക്ക് ഇവരുടെ തോണി അവിടെ കൺട്രോൾ കിട്ടാതെ പോവാണ്. ഇവരാവട്ടെ അവിടെയുള്ള ഒരു മഞ്ഞിലേക്ക് ഇടിച്ചിറങ്ങി വീഴുകയും ചെയ്യുന്നുണ്ട്. അവിടെ നമ്മുടെ കട്ടാര ഒരു പ്രത്യേക ഷേപ്പിലുള്ള ഒരു ഐസ് കാണുകയാണ്. ഈ പരിസരത്ത് തന്നെയായിട്ട് ഫയർ ബെൻഡറായ ഒസൈ രാജാവിന്റെ മകൻ പ്രിൻസ് സോക്കോ അവതാറിനെ തപ്പി നടപ്പുണ്ടായിരുന്നു. ഇവരുടെ തോണി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ കട്ടാര അവളുടെ വാട്ടർ ബെൻഡിങ് കഴിവുകൾ ഉപയോഗിക്കുമ്പോൾ ഇവരുടെ തൊട്ടടുത്തുണ്ടായിരുന്ന ആ ഐസ് ബ്രേക്ക് ആയി പോവാണ്. ഒരു പ്രത്യേക വെളിച്ചം വെളിയിലോട്ട് വന്നു. ഇത് പ്രിൻസ് സോക്കോയും ശ്രദ്ധിക്കുന്നുണ്ട്. അതിനകത്ത് നമ്മുടെ ആങ് ഉണ്ടായിരുന്നു കേട്ടോ. അവനാകെ തിളങ്ങുന്നുണ്ട്. പെട്ടെന്ന് അവൻ കുഴഞ്ഞു വീണു. ഈ പയ്യന് ഇവിടെ വിട്ടേച്ച് പോകാൻ പറ്റില്ല എന്ന് കട്ടാര വാശി പിടിക്കുമ്പോൾ സോക്ക എന്നാ ശരി അവനെ നമുക്ക് കൊണ്ടുപോവാ എന്നും പറഞ്ഞ് നേരെ ഇവരുടെ ട്രൈബിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാണ് ചെയ്യുന്നത്. അതായത് അവരുടെ നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാണ് ചെയ്യുന്നത്. ഇവരുടെ മുത്തശ്ശിയായിട്ടുള്ള ഗ്രാൻഡ് വന്നിട്ട് നോക്കുമ്പോൾ ഇതൊരു എയർ ബെൻഡർ ആണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഈ സമയം പ്രിൻസ് സോക്കോ അവന്റെ അങ്കിളിന്റെ അടുത്തോട്ട് വരികയാണ്. അയറോയുടെ അടുത്ത് വന്ന് പറയുന്നുണ്ട്, അങ്ങനെ ഒരു സ്പാർക്കിൾ അവിടെ കണ്ടു, അത് ശരിക്കും അവതാർ തന്നെയാണ്, ഞാൻ ഈ സൈൻ്റെ പിറകെ പോകാൻ തുടങ്ങുകയാണ്, ഇവനെ അവതാർ കണ്ടുപിടിച്ചാൽ മാത്രമേ നാട്ടിൽ കയറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നേരം നമ്മുടെ ആങ്ങിന് ബോധം തെളിയാണ്. ആങ് വെളിയിലോട്ട് വന്ന് നോക്കുമ്പോൾ നിറയെ മഞ്ഞു മൂടിയ കാലാവസ്ഥ, കുഞ്ഞുങ്ങൾ കളിക്കുന്നൊക്കെ ഉണ്ട്. അവൻ അവരുടെ അടുത്തോട്ട് വന്ന് നിൽക്കുമ്പോൾ തന്നെ സോക്കയും കട്ടാരയും ഗ്രാൻഡ് എല്ലാവരും അവിടെ വന്നിട്ട് ഇവൻ ആരാണ് എന്ന് ചോദിക്കുകയാണ്. ആ സമയം നമ്മുടെ ഈ ആങ് പറയുന്നുണ്ട്, ഞാനൊരു എയർ ബെൻഡറാണ്. എന്നിട്ട് അവൻ അവന്റെ കഴിവുകൾ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ മുത്തശ്ശിക്ക് ആകെ അമ്പരപ്പായി പോയി. കാരണം ഇവന്റെ വായിൽ നിന്ന് തന്നെ ഇവൻ എയർ ബെൻഡറാന്ന് കേൾക്കുമ്പോൾ അവർ പറയാണ്, എയർ ബെൻഡേഴ്സ് എല്ലാം നശിച്ചു പോയിട്ട് 100 വർഷങ്ങളായി, നീ ഇപ്പോഴെങ്ങനെയാണ് സർവൈവ് ചെയ്യുന്നത്? ഇത് കേൾക്കുമ്പോൾ എൻ്റെ കൂടെയുള്ളവരൊക്കെ ഇല്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. എനിക്കൊന്നും ഓർമ്മയില്ല. അന്ന് അപ്പയുടെ കൂടെ ഞാനൊരു സവാരിക്ക് ഇറങ്ങിയതാണ്. പെട്ടെന്ന് ഞാൻ വെള്ളത്തിനടിയിൽ അകപ്പെട്ടു പോയി. ഈ കഥയൊക്കെ തന്നെ നമ്മുടെ ഗ്രാൻഡ് പറഞ്ഞും കൊടുക്കുന്നുണ്ട്. 100 വർഷങ്ങൾക്ക് മുൻപ് ഒരു ഗ്രേറ്റ് കോമറ്റ് ഫെസ്റ്റിവലിന്റെ അന്നായിരുന്നു ഫയർ നേഷൻകാരെ ഈ എയർ നേഷൻ ഇല്ലാതാക്കിയതെന്ന്. പെട്ടെന്ന് കൂടെയുള്ളവരൊക്കെ ഇല്ല എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ആങ്ങിനും വിഷമാവുകയാണ്. അന്നേരം കട്ടാര വന്ന് അവനെ സമാധാനപ്പെടുത്തുന്നുണ്ട്. അന്ന് ഫയർ നേഷൻകാർ ഇവിടേക്ക് വന്ന് ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയപ്പോഴാണ് ഇവളുടെ അമ്മ മരിച്ചു പോയത്. അച്ഛൻ പിന്നെ അവരുമായിട്ട് അടി ഉണ്ടാക്കാൻ വേണ്ടി നോർത്തേൺ പോളിലേക്ക് പോയിട്ട് ഇതുവരെ വന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് നിലവിൽ ആ രാജ്യം അല്ലെങ്കിൽ ആ ലോകം ഫുള്ള് ഈ ഫയർ നേഷന്റെ ആധിപത്യത്തിലാണ്. ഇപ്പോൾ പ്രിൻസ് സോക്കോ ഞാൻ അവതാർ എവിടെയാണെന്നുള്ളത് കണ്ടെത്തി എന്നും പറഞ്ഞിട്ട് അവിടെ പോകാൻ വേണ്ടി തുടങ്ങുമ്പോൾ അവന്റെ അങ്കിളായിട്ടുള്ള അയറോ പറയുന്നുണ്ട്, നീ ശരിക്കും ആലോചിക്കണം, നീ ഇതുവരെ സൈനിന്റെ പിറകെയൊക്കെ പോയിട്ട് നിനക്ക് പണി കിട്ടിയിട്ടുണ്ടെന്ന്. അവൻ കേൾക്കുന്നില്ല. ഈ സമയം നമ്മുടെ കട്ടാരയും ഇപ്പം ആങ്ങും നല്ല ഫ്രണ്ട്സ് ആയിട്ടുണ്ടായിരുന്നു. അപ്പം ആങ് കട്ടാരയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, നീ ഇങ്ങനെ പ്രാക്ടീസ് അല്ല ചെയ്യേണ്ടത്, നീ നിന്റെ എനർജിയിൽ വിശ്വസിച്ച് ആ വാട്ടർ ബെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അത് ശരിക്കും നടക്കുന്നുണ്ട്. കട്ടാര ഇപ്പോൾ നല്ല അടിപൊളിയായിട്ട് വാട്ടർ ബെൻഡിങ് ചെയ്യുന്നുണ്ട്. പക്ഷെ അന്നേരത്താണ് പ്രിൻസ് സോക്കോയുടെ ആ ഫയർ ബെൻഡിങ് ടീം ഇവിടേക്ക് വരുന്നത് ഇവർ കാണുന്നത്. എന്ത് വന്നു കഴിഞ്ഞാലും ആങ്ങിനെ കാണിച്ചു കൊടുക്കല്ലേ എന്ന് കട്ടാര സോക്കയോട് പറയാണ്. അങ്ങനെ സോക്ക ഓക്കെ ശരി ഞാൻ അവൻ്റെ അടുത്ത് പോയിട്ട് സംസാരിക്കാമെന്നും പറഞ്ഞ് ഈ വില്ലേജ് ഇവൻ്റെ അച്ഛൻ പോയ പിന്നെ ഇവനാണ് അവിടെ കാര്യങ്ങളിലൊക്കെ നോക്കുന്നത്. അപ്പോൾ സോക്ക വെളിയിലോട്ട് വന്നിട്ട് പറയുന്നുണ്ട്, നീ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് എനിക്ക് അറിയത്തില്ല, എന്തായാലും പരിവാരങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ, ഞാൻ തനിയെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത്. ഇപ്പോൾ ഇവർ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അങ്ങനെ അന്വേഷിച്ചാണെന്നുള്ളത് മനസ്സിലായെങ്കിൽ കൂടിയും കട്ടാര ഇല്ല നമുക്ക് അവനെ വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നത് കൊണ്ട് സോക്ക ഒറ്റയ്ക്ക് തന്നെയാണ് ഇവരോട് എതിരിടാനായിട്ട് പോകുന്നത്. അങ്ങനെ നമ്മുടെ പ്രിൻസ് സോക്കയും കൂടെ ഇരുന്നിട്ട് ഫൈറ്റ് ആരംഭിക്കുകയാണ്. പക്ഷെ സോക്കയ്ക്ക് സൂക്കോയുടെ അടുത്ത് പിടിച്ചു നിൽക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. കറക്റ്റ് സമയം ആങ് അവിടേക്ക് വന്ന്, നിങ്ങൾ എന്നെ അന്വേഷിച്ച് വന്നതല്ലേ, അപ്പോൾ നിങ്ങൾ എന്നെ മാത്രം നോക്കിയാൽ മതി, ഈ നാടിനെ വല്ലതും ചെയ്താലുണ്ടല്ലോ എന്ന് പറഞ്ഞ് അവന്റെ പവർ അവർക്കിടയിൽ ഉപയോഗിക്കുകയാണ്. അങ്ങനെ സൂക്കോ നമ്മുടെ ആങ്ങിനെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ സോക്ക ആവട്ടെ പറയുന്നത്, കട്ടാര നമുക്ക് അവനെ പോയി രക്ഷപ്പെടുത്തണമെന്നാണ്. അവന്റെ മനസ്സ് മാറി കേട്ടോ. തടവറയിലിരിക്കുന്ന നമ്മുടെ ആങ്ങിനെ കാണാൻ വേണ്ടി അയറോ വന്നു. ഫയർ നേഷൻ എന്നോ തുടങ്ങിയ ഈ പ്രശ്നം ഇതുവരെയും തീർന്നിട്ടില്ല, അവതാറായ നീ സ്ഥാനം വെക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും ശരിയാവട്ടെ എന്ന് പറഞ്ഞ് പുള്ളി പോകാൻ നിൽക്കുമ്പോൾ പുള്ളിയുടെ അടുത്ത് നിന്ന് ഈ തടവറയുടെ കീ നമ്മുടെ ആങ് അടിച്ചു മാറ്റുകയാണ്. എന്നിട്ട് അവൻ വെളിയിലോട്ട് ഇറങ്ങുന്നുണ്ട്. കട്ടാറയും സോക്കയും ഇപ്പോൾ ആങ്ങിന്റെ അടുത്തോട്ട് വേഗം എത്താൻ വേണ്ടി അപ്പയുടെ പുറത്തിരുന്ന് പോവാന്ന് പറയുമ്പോൾ സോക്ക വേണ്ട എന്ന് പറയാണ്. വെളിയിലെത്തിയ ആങ്ങിന് അവിടെ വെച്ചൊരു ബുക്ക് കിട്ടും. ഈ ബുക്ക് നോക്കിയിട്ടാണ് അവതാർ എങ്ങനെയായിരിക്കണമെന്ന് അവൻ പ്രാക്ടീസ് ചെയ്യുന്നത്. അങ്ങനെ ഇവൻ വെളിയിലോട്ട് ഇറങ്ങി വരുന്നത് സൂക്കോ കണ്ടു. പിന്നെ പറയണ്ടല്ലോ പുകില്, അവരെല്ലാവരും ഇവനെ പിടികൂടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവനെ പിടികൂടാനായിട്ട് അവർക്ക് പറ്റിയില്ല എന്നുള്ള ഒരു അവസരം വരുമ്പോഴേക്ക് പെട്ടെന്ന് നമ്മുടെ കട്ടാറേ സോക്കയും അവിടെ വന്ന് ഇവനെ രക്ഷപ്പെടുത്തും. അപ്പോൾ
പ്രിൻസ് സൂക്കോ ഇവരുടെ നേരെ വീണ്ടും ഒരു തീയുണ്ട എറിയുമ്പോൾ നമ്മുടെ കട്ടാര അവളുടെ വാട്ടർ ബെൻഡിങ് കഴിവ് ഉപയോഗിച്ച് അവരെ രക്ഷപ്പെടുത്തി. അവിടെ നിന്ന് അവർ നേരെ പോവാണ്. നാട്ടിൽ പോയാൽ പറ്റത്തില്ല, അവിടേക്ക് സൂക്കോ എന്തായാലും എത്തിച്ചേരും. അപ്പൊ നമ്മുടെ ആങ് പറഞ്ഞു, എന്നാ എന്റെ നാട്ടിലേക്ക് പോവാം. 100 വർഷമായിട്ട് ഇതേ രീതിയിൽ കിടക്കുന്ന ഈ നാട്ടിലേക്ക് അവൻ എത്തിച്ചേരുമ്പോൾ അവന് പണ്ടത്തെ ഓർമ്മകളൊക്കെ വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പൊ കേട്ട കഥകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒന്നും അറിയത്തില്ല. പിന്നെ സോക്കയ്ക്ക് എന്താണ് അവതാറിനോട് ഇത്ര ദേഷ്യം എന്ന് ചോദിച്ചാല്, ആവശ്യമുള്ള സമയത്ത്, അതായത് അത് ആ ഫയർ നേഷൻ എയർ നേഷനെ ആക്രമിക്കുന്ന സമയത്ത് അവതാർ അന്ന് അവിടെ ഉണ്ടായില്ല, അവൻ വാനിഷ് ആയി പോയല്ലോ. അപ്പൊ അതൊരു ഹോപ്പ് മാത്രമാണെന്നാണ് അവൻ കരുതുന്നത്. ഇവിടെ വെച്ച് നമ്മുടെ ഗാഡ്സോയുടെ അസ്ഥികൂടം കണ്ട ആങ്ങിന് സ്വയം കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരെയാണ്. അവൻ തിളങ്ങാനായിട്ട് തുടങ്ങുന്നുണ്ട്. അവൻ വല്ലാത്തൊരു അവസ്ഥയിലേക്ക് തന്നെ എത്തിപ്പോകുന്നുണ്ട്. ഇതുപോലെ അറ്റ്മോസ്ഫിയറും മാറുന്നുണ്ട്. കട്ടാറീസ് ഒക്കെ ആകെ പേടിച്ചു പോവാണ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ ആങ്ങിന് അവന്റെ പഴയ രീതിയിലേക്ക് തിരിച്ചു വരാൻ പറ്റുന്നുണ്ട്. അവൻ താഴേക്ക് തളർന്നു വീണു. ഇത് കണ്ട് കട്ടാര ഓടി ചെല്ലുമ്പോൾ നമ്മുടെ ആങ് അവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവൻ ആരും ഇല്ല, അവന് വേണ്ടിയിട്ടാണ് ഈ നാട്ടുകാര് ജീവൻ ത്യജിച്ചത് എന്നുള്ള കാര്യമൊക്കെ തന്നെ അങ്ങനെ മനസ്സിലായി. ഇപ്പോൾ ഞാനാണ് അവതാർ, പക്ഷെ ആവശ്യമുള്ള സമയത്ത് ഞാൻ അവിടെ ഇല്ലാതെ പോയി. ഇത്രയും നാളും എനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷെ അവതാർ ആവാൻ ഇഷ്ടമില്ലാതിരിക്കുന്ന ഞാനിപ്പോൾ തീരുമാനിക്കുന്നു, എൻ്റെ നാട്ടുകാര് എനിക്ക് വേണ്ടി അവരുടെ ജീവൻ കളഞ്ഞു. എനിക്ക് വേണ്ടി പലരും അവരുടെ ജീവൻ കളഞ്ഞു. അതുകൊണ്ട് അവതാറായി മാറി ഞാൻ തന്നെ ഈ നാടിനെ രക്ഷപ്പെടുത്തും. വീണ്ടും ഈ 4 നേഷൻസും തമ്മിൽ ഹാർമണി കൊണ്ടുവരും. എയർബെൻഡറായ ഞാൻ തന്നെയാണ് അവതാർ എന്ന് അവൻ പറയുന്ന അതേ സീനിലാണ് ഫസ്റ്റ് എപ്പിസോഡ് എൻഡ് ചെയ്യുന്നത്. കൈ കിട്ടിയ അവതാറിനെ നഷ്ടപ്പെട്ട സങ്കടമാണ് സൂക്കോക്ക്. അമ്മാവൻ അവനെ സമാധാനിപ്പിക്കുന്നുണ്ടെങ്കിലും പുറത്തുള്ളത് അവതാറാണ്. അവതാർ ജീവിച്ചിരിപ്പുണ്ടെന്ന് കേട്ട എല്ലാതുങ്ങളും അവന്റെ പിറകെ ആയിരിക്കും. എന്റെ പ്ലാനൊന്നും നടക്കില്ല, എനിക്ക് അവനെ കിട്ടില്ല എന്നും പറഞ്ഞ് സൂക്കോ വീണ്ടും ഒച്ച വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം എയർകിണ്ടത്തിലേക്ക് പോയ ആങ്ങിന് കിയോഷി ഐലൻഡ് എന്ന സ്ഥലത്തേക്കുള്ള മാപ്പ് കിട്ടി. കിയോഷി എന്ന് പറയുന്നത് മുൻപത്തെ എർത്ത് ബെൻഡർ അവതാറാണ്. അവിടെ പോയി കഴിഞ്ഞാൽ അവതാർ ആവുന്നതിനെ പറ്റി പഠിക്കാമെന്ന് ആങ് പറയുമ്പോൾ അങ്ങോട്ട് പോകാമെന്ന് കട്ടാര സമ്മതിക്കാണ്. ഇത് കേട്ട സോക്ക അത് ചെയ്യണോ എന്ന് ചോദിക്കുമ്പോൾ വച്ച കാലം ഞാൻ പിറകോട്ടെടുക്കത്തില്ല, ഞാൻ അങ്ങോട്ട് പോകുമെന്ന് കട്ടാര നിർബന്ധം പിടിക്കുന്നു. ആ സമയം ആങ് കട്ടാരയെ വിളിക്കുന്നുണ്ട്, ദേ നിന്റെ ബാഗിൽ ആരാണെന്ന് നോക്കിയെന്ന്. നോക്കുമ്പോൾ അതൊരു ലിമൂർ ആയിരുന്നു, പണ്ട് എയർകിണ്ടത്തിലുണ്ടായിരുന്ന പറക്കുന്ന ഒരു തരം കൊരങ്ങൻ. ആ ബാഗിൽ നിന്ന് തന്നെ കട്ടാരയ്ക്ക് ഒരു സംഭവം കൂടി കിട്ടുന്നുണ്ട്, ഒരു മാനുവൽ ബുക്ക്. ഇത് അവളുടെ മുത്തശ്ശി വച്ചിട്ടുണ്ടായിരുന്നതാണ്. വാട്ടർ ബെൻഡിങ് പഠിക്കാനുള്ള കാര്യങ്ങളാണ് അതിനകത്തുള്ളത്. ഇതുകൂടി ആയപ്പോൾ സോക്കയ്ക്ക് പിന്നെയും ദേഷ്യം വരെയാണ്. പക്ഷേ അവൻ പറഞ്ഞിട്ടും കട്ടാര കേൾക്കുന്നില്ല. അവൾ അതുകൂടി പഠിക്കുമെന്ന് പറയുന്നുണ്ട്. ഇവിടെ നിന്ന് കിയോഷി ഐലൻഡിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ഗ്യാറ്റ്സോന്റെ അസ്ഥി അവിടെ കിടക്കുന്നുണ്ടായിരുന്നല്ലോ, അത് കൃത്യമായ രീതിയിൽ മറവ് ചെയ്യുന്നുണ്ട് ആങ്. അവന് നല്ല സങ്കടം ഉണ്ടായിരുന്നു. അങ്ങനെ അപ്പയുടെ പുറത്തിരുന്നുകൊണ്ട് ഈ 3 സംഘം, പിന്നെ നമ്മുടെ ലിമോറിന് ഇവരൊരു പേരിട്ടിട്ടുണ്ട്, മോമോ, ഇവര് എല്ലാവരും കൂടി കിയോഷി ഐലൻഡിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് സൂക്കോയും അമ്മാവനും കൂടി ഇവിടെ പ്രസിദ്ധമായൊരു പോർട്ടിലേക്ക് അവതാറിനെ തപ്പി വന്നിരിക്കുവാണ്. ഈ പോർട്ടില് ഇവിടെയുള്ള എല്ലാ പ്രധാനപ്പെട്ട വിവരങ്ങളും അറിയാൻ സാധിക്കുമെന്നാണ് അമ്മാവൻ പറയുന്നത്. എന്നും കരുതി അമ്മാവൻ കാണുന്നവരോടും പോകുന്നവരോടൊക്കെ തന്നെ അവതാറിനെ കണ്ടോ എന്ന് ചോദിച്ച് നടക്കുന്നത് സൂക്കോയ്ക്ക് തീരെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അവൻ അയാളെ പറഞ്ഞ് മനസ്സിലാക്കിക്കാനും നോക്കുന്നുണ്ട്. അങ്ങനെ ഇവർ പോയി ഇപ്പൊ കിയോഷി ഐലൻഡിലേക്ക് എത്തി. അവിടെ കിയോഷിയുടെ ഒരു പ്രതിമയുണ്ട്. ഇവർ വന്നിറങ്ങിയ ഉടനെ തന്നെ അവിടെയുള്ള 2 പടയാളികള് ഇവരെ പിടിച്ചിടിക്കാൻ തുടങ്ങി. ഞങ്ങൾ അവതാറിന്റെ ആൾക്കാരാ എന്ന് നമ്മുടെ സോക്ക പറയുന്നുണ്ട്. അവതാറോ? ഇവനാണ് അവതാർ. ഇവൻ അവതാറാണെങ്കിൽ ഞങ്ങൾക്ക് അതിന് അടയാളം കിട്ടും. നോക്കുമ്പോ പെട്ടെന്ന് കിയോഷി പ്രതിമയിൽ നിന്ന് ഇവന്റെ ദേഹത്തേക്ക് വെളിച്ചടിക്കാണ്. അങ്ങനെ ഇവര് ആ ഗ്രാമ തലവിയായിട്ടുള്ള യുക്കാരിയുടെ അടുത്തേക്ക് ഈ 3 സംഘത്തെ കൊണ്ടുപോവാണ്. യുക്കാരി പറഞ്ഞു, നീ അവതാറാണ്, അതൊക്കെ ഞങ്ങൾ സമ്മതിച്ചു. പക്ഷെ അവതാറിന്റെ പിറകെ ഫയർ ബെൻഡേഴ്സ് വരുന്ന കാര്യം ഞങ്ങൾക്കറിയാം. ഞങ്ങളുടെ നാട്ടുകാരെ കഷ്ടത്തിലാക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. പക്ഷെ ആങ് പറയാണ്, ഞാൻ ഇവിടേക്ക് വന്നത് അവതാർ ആവുന്നത് എങ്ങനെയാണെന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ യുക്കാരിയെ കൺവിൻസ് ചെയ്യിച്ചപ്പോൾ നമ്മുടെ യുക്കാരി ശരി 2 ദിവസത്തിന് മാത്രം ഇവിടെ തങ്ങിക്കോ, ആ സമയത്തിനുള്ളിൽ പഠിക്കാൻ പറ്റുന്നതെല്ലാം പഠിച്ചോ എന്നും പറയുന്നുണ്ട്. നേരത്തെ ഇവർ ഇടിച്ചത് സൂക്കി എന്ന ഒരു പടയാളിയായിരുന്നു. അത് ശരിക്കും യുക്കാരിയുടെ മകളാണ്. ഇപ്പോ നമ്മുടെ സൂക്കിയോട് സൊക്കെ ചോദിക്കുന്നുണ്ട്, എന്ത് ഇടിയാ നേരത്തെ ഇടിച്ചേന്ന്. ഞങ്ങളെ കിയോഷിയിലുള്ള പോരാളികളാണ്, കിയോഷി വാരിയേഴ്സ് എന്ന് നമ്മുടെ സൂക്കിയും പറയുന്നുണ്ട്. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് സാവോ എന്ന കമാൻഡറിനെയാണ്. ആ പോർട്ടിലെ കമാൻഡറായ സാവോയുടെ അടുത്ത് വന്നിട്ടാണ് സൂക്കോ ഈ അടുത്ത പ്രദേശങ്ങളിലേക്കുള്ള മാപ്പ് തരുമെന്ന് ചോദിക്കുന്നത്. അവരെവിടേക്കാ പോയതെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇവിടെ ആവട്ടെ നമ്മുടെ സൂക്കി ഇപ്പോൾ സോക്കയുടെ പുറകെയാണ്. ഈ സമയം കട്ടാരയാവട്ടെ അവിടെ നല്ല അരുവിയൊക്കെ ഉണ്ട്. അവളിപ്പോ വാട്ടർ ബെൻഡിങ് കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആങ് അവിടേക്ക് ചെല്ലുകയാണ്.
നീ ഒരു എയർ ബെൻഡർ ആണ്, അതുകൊണ്ട് എയർ ബെൻഡിങ് പഠിപ്പിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ഞാൻ വേണമെങ്കിൽ നിന്നെ വാട്ടർ ബെൻഡിങ് പഠിപ്പിക്കാം. നീ അവതാറല്ലേ, നിനക്ക് 4 കഴിവുകളും വേണം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ആങ് ഇമോഷണൽ ആവാണ്. മറ്റൊന്നുമല്ല, ഗ്യാറ്റ്സോന്റെ കാര്യം ഓർത്തിട്ടായിരുന്നു അവൻ ഇമോഷണൽ ആയത്. കാരണം അവനെ ആദ്യം എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചിരുന്നത് ഗ്യാറ്റ്സോ ആയിരുന്നല്ലോ. എന്തായാലും ഇവർക്ക് നമ്മുടെ കിയോഷി ഐലൻഡിൽ നല്ല വരവേൽപ്പാണ്. അവിടുത്തെ കാര്യം ഇതുവരെ ഒരു എയർ ബെൻഡറിനെ നേരിട്ട് കണ്ടിട്ടില്ല. അതുകൊണ്ട് ഇവന്റെ കഴിവുകൾ എന്തൊക്കെ ചോദിച്ച് മനസ്സിലാക്കി കാണുക ചെയ്യുന്നുണ്ട്. ആങ് വളരെ പെട്ടെന്ന് തന്നെ അവിടെ എല്ലാവരോടും കൂട്ടായി. പക്ഷെ ആങ്ങിനെ ഇപ്പോഴും ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ആളായിട്ടാണ് യുക്കാരി കാണുന്നത്. കാരണം അവനൊരു അവതാറാണല്ലോ. സൊക്ക സമയം കിട്ടുമ്പോഴൊക്കെ തന്നെ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. അവനൊരു വാരിയർ ആവാനാണ് ഒരു വാട്ടർ ബെൻഡർ ആവുന്നതിനേക്കാൾ ഇഷ്ടം. അന്നേരം സൂക്കി വന്നിട്ട് അവൻ്റെ അടുത്ത് ഞാൻ നിന്നെ ട്രെയിനിങ് ചെയ്യിപ്പിക്കാം എന്ന് പറയുമ്പോൾ സോക്കയാണെങ്കിൽ ഇച്ചിരി ഈഗോ കാണിച്ച് അതിന്റെ ആവശ്യമില്ലെന്ന് പറയുന്നുണ്ട്. പക്ഷെ സൂക്കി ഓക്കെ എന്നാ ശരി, നീ എന്റെ കൂടെ അങ്ങ് ഇതാവൊന്നും വേണ്ട, ഞാൻ നിന്നെ പഠിപ്പിച്ചു തരാന്നൊക്കെ പറഞ്ഞ് അവനെ കൺവിൻസ് ചെയ്ത് പഠിപ്പിക്കുന്നതിന്റെ ഇടയ്ക്ക് സോക്കയ്ക്ക് നല്ലോണം വേദന എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവനിത് വേണ്ടാന്ന് വെക്കുന്നുണ്ട്. ഇന്നേരത്ത് ആങ്ങും കട്ടാരയും കൂടെ കിയോഷി ഐലൻഡിലുള്ള ലൈബ്രറിയിലോട്ട് പോയി. അവിടെ നിന്ന് അധികം വിവരങ്ങളൊന്നും കിട്ടുന്നില്ല. അന്നേരം കട്ടാര പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഈ അവതാർമാർക്കൊക്കെ തന്നെ എന്തെങ്കിലും ഒരു കണക്ഷൻ കാണും, അതുകൊണ്ട് നിനക്കത് പതിയെ മനസ്സിലായിക്കോളും എങ്ങനെയാണ് ഒരു അവതാർ ബിഹേവ് ചെയ്യേണ്ടതെന്ന്. പക്ഷെ ആങ്ങിന് തന്റെ പവർ കൺട്രോൾ ചെയ്തില്ല എങ്കിലും മറ്റുള്ളവർക്ക് അത് അപകടം വരുത്തി വെക്കും എന്നുള്ള ഉറപ്പുള്ളതുകൊണ്ട് അവനത് വീണ്ടും എനിക്ക് കൺട്രോൾ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ സൂക്കോ ആവട്ടെ അവൻ പോകുന്നതിന് മുൻപേ അവതാരം അന്വേഷിച്ചു മറ്റൊരാൾ പോയെന്നറിഞ്ഞ് വിഷമിച്ചിരിക്കുകയാണ്. ഇവിടെ സോക്ക ആവട്ടെ സൂക്കി വീണ്ടും മറ്റുള്ളവരെ ട്രെയിനിങ് കൊടുക്കുന്നത് കാണുമ്പോൾ എന്നാൽ ശരി എനിക്കൊന്നുകൂടെ ട്രെയിനിങ് തരുമോ എന്ന് ചോദിച്ച് അങ്ങോട്ട് ചെന്നു. അങ്ങനെ സൂക്കി ഓക്കെ പറഞ്ഞ് അവന് ട്രെയിനിങ് കൊടുത്തോണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതിനിടയ്ക്കാണ് ഒരു കാര്യം ഉണ്ടായത്. ഇത്രയും നാള് ഇവിടെ സൂക്കിക്ക് അവനോട് ഇഷ്ടമുണ്ടായിരുന്നു, സോക്കയ്ക്ക് അങ്ങോട്ട് ഉണ്ടായിരുന്നില്ല. ഇപ്പൊ അവനൊരു ചെറിയ ക്രഷ് അടിച്ചെന്നേ. ഇവിടെ നമ്മുടെ ആങ് ഇപ്പോ ആ ലൈബ്രറിയിൽ നിന്ന് കിട്ടിയ ഒരു ബുക്ക് പ്രകാരം ചുമ്മാ ധ്യാനത്തിലിരുന്നപ്പോൾ പെട്ടെന്ന് അവന്റെ മനസ്സിലേക്ക് കിയോഷി കടന്നു വരികയാണ്. കിയോഷി പറഞ്ഞു കൊടുത്തു ഒരിക്കലും ഒരു അവതാറാവാൻ പഠിക്കാൻ പറ്റത്തില്ല എന്ന്. ഇവിടെ നമ്മുടെ സൂക്കോയെ ചതിച്ച് ഇപ്പൊ അവതാറിനെ തിരക്കി പോയത് മറ്റാരുമായിരുന്നില്ല, സാവോ ആയിരുന്നു. സൂക്കോ അവിടെ പോയിട്ട് മാപ്പിന്റെ കാര്യം അന്വേഷിച്ചപ്പോ തന്നെ അവതാർ ഇവിടെ ഉണ്ട്, ജീവനോടെ ഉണ്ടെന്നുള്ള കാര്യം സാവോയ്ക്ക് മനസ്സിലായിട്ടുണ്ട്. ഇവിടെ നമ്മുടെ സോക്കയ്ക്ക് എങ്ങനെയാണ് സൂക്കിയോട് ക്രഷ് അടിച്ചതെന്നല്ലേ ആദ്യമായിട്ട് പെയിന്റ് ഒന്നും ഇല്ലാതെ അവളുടെ ഫേസ് കണ്ടപ്പോഴാണ്. അങ്ങനെ ഒരു കിയോഷി വാരിയർ എന്ന് പറയുന്നത് ശരിക്കും അവതാറിന് വേണ്ടിയും അവരുടെ നാടിന് വേണ്ടിയും എന്തും ചെയ്യുന്ന ആൾക്കാരാണെന്നുള്ള കാര്യമൊക്കെ സൂക്കി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ അവരൊരു ഫസ്റ്റ് കിസ് അടിക്കാൻ പോയപ്പോഴേക്കും പെട്ടെന്ന് ഒരു എമർജൻസി ബെല്ല് മുഴങ്ങാണ്. ഈ നാടിന് എന്തെങ്കിലും അപകടം ഉള്ളപ്പോഴാണ് അങ്ങനെ പ്രശ്നം ഉണ്ടാവുന്നത്. നോക്കുമ്പോൾ ആരാണ്, സാവോയുടെ ആൾക്കാർ അവിടേക്ക് വന്നതാണ്. ഇവിടെ നമ്മുടെ കിയോഷി ആങ്ങിന് മനസ്സിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നീ എത്രയും പെട്ടെന്ന് ഈ അവതാർ ശക്തി ക്യാപ്ചർ ചെയ്ത് എടുക്കണം, ഇല്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമാണ്. ഇവിടെ സൂക്കോയും ഇപ്പൊ കിയോഷി ഐലൻഡിലേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ വന്ന് ആങ്ങിനെ വിട്ടുതരണം, അങ്ങനെയല്ല പറയുന്നത്, അവതാറിനെ വിട്ടുതരണം എന്ന് പറയുമ്പോൾ ഇവിടെ അവതാറില്ല എന്ന് യുക്കാരി പറയുന്നുണ്ട്. നിങ്ങളുടെ നാട് ഞങ്ങൾ മുടിച്ചു കളയുമെന്ന് സാവോ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ പറഞ്ഞു തീർന്നത് പിന്നെ അക്കാര്യം ചെയ്യാനും തുനിയുന്നുണ്ട് കേട്ടോ. പക്ഷെ നാട്ടുകാർക്ക് പ്രശ്നം ഉണ്ടാവുന്ന ഒരു കാര്യമാണെങ്കിൽ കൂടിയും ആങ് ഇപ്പോഴും വില്ലിങ് അല്ല എന്ന് മനസ്സിലാക്കിയിട്ട് യുക്കാരി പിടിച്ചു നിൽക്കാനൊക്കെ നോക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടുത്തെ വാരിയേഴ്സ് ആണ് അവരെ എതിർക്കാനായി നിൽക്കുന്നത്. ഇവിടെ മനസ്സിലിരുന്നുകൊണ്ട് കിയോഷി നമ്മുടെ ആങ്ങിന് ഒരു കാര്യം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്റെ നാട് കിയോഷി ഐലൻഡ് ഇപ്പൊ അപകടത്തിലാണ്. അതുകൂടാതെ നോർത്തേൺ വാട്ടർ ട്രൈബുകളുള്ള നോർത്തേൺ ഭാഗത്ത് വലിയൊരു പ്രശ്നം നടക്കാൻ പോകുന്നു. നീ എത്രയും പെട്ടെന്ന് നിന്റെ ശക്തി മനസ്സിലാക്കിയെടുക്കണം. റാവ എന്ന അവതാർ സ്പിരിറ്റ് ആണ് നമ്മളെല്ലാം തിരഞ്ഞെടുക്കുന്നത്. ആ സ്പിരിറ്റ് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പൊക്കോണ്ടേയിരിക്കും. ഇപ്പോഴും ധ്യാനത്തിലായിരിക്കുന്ന ആങ് അന്നേരത്ത് പ്രശ്നത്തിലാണെന്ന് മനസ്സിലാക്കിയ കട്ടാര അവിടെ എത്തിയിട്ടുണ്ടായിരുന്ന സൂക്കോയെ വാട്ടർ ബെൻഡിങ്ങിലൂടെ എതിർക്കാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ സൂക്കോയോട് അടിച്ചിടുമ്പോഴേക്ക് പെട്ടെന്ന് കിയോഷിയാണ് അവന്റെ മുന്നിലോട്ട് വന്ന് ചാടുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആങ്ങിന് ഈ അവതാർ സ്പിരിറ്റ് എങ്ങനെയാണ്, അവതാർ എങ്ങനെ ഇരിക്കും എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ആങ്ങിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്ന കിയോഷി തന്നെ അവിടെ ഫൈറ്റ് ചെയ്യാനായിട്ട് തുനിയാണ്. ഇവിടെയുള്ള ഫൈറ്റിംഗ് എല്ലാം കഴിഞ്ഞ് സാവോന്റെ ആൾക്കാരുടെ അടുത്ത് വന്ന് അങ്ങനെ അവരെയൊക്കെ അടിച്ചിട്ട് ഇവിടെ നിന്ന് ഓടിപ്പിക്കുന്നുണ്ട് നമ്മുടെ കിയോഷിയുടെ രൂപത്തിലുള്ള ആങ്. യുക്കാരി ഇതിനൊക്കെ നന്ദി പറയുന്നുണ്ട്. പക്ഷെ എന്നാലും നീ പെട്ടെന്ന് ഇവിടെ നിന്ന് പോണം, ഇല്ല എന്നുണ്ടെങ്കിൽ നിന്റെ ജീവനത് ആപത്താണെന്ന് പറയാണ് ഇവര്. എന്തായാലും നമ്മുടെ സൊക്കൊക്കെയാണ് നല്ല വിഷമം. സൂക്കിയായിട്ടൊന്ന് സെറ്റായി വന്നതേ ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും ഒരു കിസ്സൊക്കെ അടിച്ച് അവരും ഇവിടെ നിന്ന് പിരിയാനായിട്ട് തുടങ്ങാണ്. അപ്പയുടെ പുറത്തിരുന്നുകൊണ്ട് ആ മൂവർ സംഘം മോമോയുടെ കൂടെ ഇവിടെ നിന്ന് അങ്ങ് നോർത്തേൺ ഭാഗത്തേക്ക് യാത്രയാകുമ്പോൾ കിയോഷി ഐലൻഡിലുള്ളവര് അവർക്ക് സന്തോഷപൂർവ്വം വിട നൽകാണ്. ഈ അവതാർ അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യും എന്നുള്ള വിശ്വാസത്തോടെ
മോമോയും നമ്മുടെ സൊക്കയും തമ്മിലുള്ള പ്രശ്നം ഇതുവരെയും തീർന്നിട്ടില്ല. കാരണം മോമോ എപ്പോ നോക്കിക്കഴിഞ്ഞാലും ഇവന്റെ ഫുഡാണ് അടിച്ചു മാറ്റാനായിട്ട് എടുക്കാറുള്ളത്. ഈ സമയത്ത് ഇവിടെ നമ്മുടെ സൂക്കോയുടെ അടുത്ത് വന്ന ജാവോ ആണെങ്കിൽ അവനോട് ക്ഷമ ചോദിക്കുകയാണ്. നിങ്ങളെ ചതിച്ച് ഞാൻ ഒരിക്കലും അങ്ങോട്ട് പോകാൻ പാടില്ലായിരുന്നു, ഇനി എന്തായാലും നമുക്ക് പാർട്ട്നേഴ്സായി മുന്നേറാമെന്ന്. സൂക്കോ ഇത് സമ്മതിക്കുന്നില്ലെങ്കിലും അമ്മാവൻ ഓക്കെ പറയുന്നതോടുകൂടി നമ്മുടെ ജാവോ സൂക്കോയുടെ അവതാറിനെ തിരയാനുള്ള പാർട്ട്ണറായി മാറിയിരിക്കുകയാണ്. എന്നാൽ ജാവോ ചതിക്കില്ല എന്നുള്ള സൂക്കോയുടെ വിശ്വാസം തെറ്റായിരുന്നു എന്ന് എപ്പിസോഡിന്റെ അവസാനത്തിൽ നമുക്ക് മനസ്സിലാവും. അവതാർ ജീവനോടെ ഉണ്ടെന്നുള്ള കാര്യം നമ്മുടെ ജാവോ പെട്ടെന്ന് തന്നെ രാജാവിനെ അറിയിക്കുന്നുണ്ട്. അതായത് ഈ സൂക്കോയുടെ അച്ഛനായിട്ടുള്ള ഒസായെ അറിയിക്കുന്നുണ്ട്. സോ ഇപ്പൊ രാജാവും അവതാർ ജീവനോടെ ഉണ്ടെന്ന് മനസ്സിലാക്കിയിരിക്കുകയാണ്. ഇനി എന്തായാലും അവതാറിനെ തേടിയുള്ള ആൾക്കാരുടെ എണ്ണം കൂടും. അതോടുകൂടിയിട്ട് നമ്മുടെ സൂക്കോയ്ക്ക് കാര്യങ്ങൾ കൂടുതൽ ടഫായി വരാനും തുടങ്ങും. ഇത്തരത്തിലൊരു സീനോട് കൂടിയിട്ടാണ് അവതാർ ദ ലാസ്റ്റ് എയർ ബെൻഡർ എന്ന ഈ ഒരു സീരീസിന്റെ സെക്കൻഡ് എപ്പിസോഡ് എൻഡ് ചെയ്യുന്നത്. സോ കൂട്ടുകാരെ, ഇന്നത്തെ എപ്പിസോഡിൽ കൂട്ടുകാർക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടോ? എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ മെയിൻ ആയിട്ട് പറയുന്നത് നമ്മുടെ കിയോഷി പറഞ്ഞു കൊടുക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. കിയോഷി പറയുന്നുണ്ട് അവതാറിനെ ഒരിക്കലും എന്താണ് എങ്ങനെയാണെന്നുള്ളത് കാര്യം പറഞ്ഞ് നമുക്ക് പഠിപ്പിക്കാനായിട്ട് പറ്റത്തില്ല. അവതാർ എന്ന് പറയുന്നത് ഒരു സ്പിരിറ്റ് ആണ്. റാവ എന്ന് പറയുന്ന അവതാർ സ്പിരിറ്റ് സ്വയം തെരഞ്ഞെടുക്കപ്പെടുന്ന ശരീരത്തിലേക്ക് കയറുന്നതാണ് അവതാർ എന്ന് പറയുന്നത്. അതിനെ പുനർജന്മം എന്ന് ഇവർ മെൻഷൻ ചെയ്യുന്നുണ്ട്. സോ ആ ഒരു സ്പിരിറ്റ് നമ്മുടെ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ അത് കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് അത് അവതാർ ആയിരിക്കുന്നത് ആരാണോ അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അവരവരുടെ രീതിയിലായിരിക്കും അത് കൺട്രോളിങ് വരുന്നത്. എന്തായിട്ടുണ്ടെങ്കിലും ഈ ഒരു ഹാർമണി നിലനിർത്തുക, അതായത് ഈ 4 കിങ്ഡവും തമ്മിലുള്ള ഹാർമണി നിലനിർത്തുക എന്നുള്ളത് തന്നെയാണ് അവതാറിന്റെ ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റി എന്നും പറയുന്നത്. സോ അവതാർ ആയിരിക്കുമ്പോൾ ശരിക്കും നമ്മൾ തന്നെ നമ്മളെ മോൾഡ് ചെയ്ത് അവതാർ എന്ന് പറയുന്ന ആ ഒരു പൊസിഷനിൽ നമ്മളെ എത്തിക്കും. അങ്ങനെയാണ് കിയോഷി പറഞ്ഞു കൊടുക്കുന്നത്. നോർത്തേൺ വാട്ടർ ട്രൈബിന്റെ കൂട്ടത്തിലൊരു പ്രശ്നം വരുന്നുണ്ട്. നീ എത്രയും പെട്ടെന്ന് നീ ആയിരിക്കുന്ന അവതാറായി മാറണം എന്ന് നമ്മുടെ കിയോഷി അവന് മുന്നറിയിപ്പ് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ ഇപ്പോൾ ചെറുതല്ലാത്തൊരു വിഷൻ ഉണ്ട്. എങ്ങനെയാണ് അവതാർ, താൻ എങ്ങനെയായിരിക്കണം, താൻ എന്തായാലും നന്മയുടെ കൂടെ നിൽക്കാൻ പാടുള്ളൂ, അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലായിട്ടുണ്ട്. സോ ഇനി എന്തായിരിക്കും ഇനി എന്തായാലും കാര്യങ്ങൾ കുറേ കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. എന്തായാലും നമ്മുടെ അവതാർ അവൻ എങ്ങനെയാണെന്നുള്ള കാര്യമൊക്കെ മനസ്സിലാക്കി വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. സോ നമുക്ക് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പാർട്ടുകൾ പ്രതീക്ഷിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ട കൂട്ടുകാരെ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, തൊട്ടടുത്ത് കാണുന്ന നമ്മുടെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തിട്ടേക്കുക. കൂട്ടുകാരുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിടും കേട്ടോ. പിന്നെ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സീരീസ് കണ്ട ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമെങ്കിൽ എന്തായാലും നിങ്ങളത് തിരുത്തി കമൻ്റ് ആയിട്ട് ഇടണം കേട്ടോ. നമ്മൾ പറഞ്ഞത് തെറ്റാണെങ്കിലും കമൻറ്റ് വായിക്കുമ്പോൾ നമ്മുടെ കൂട്ടുകാർക്ക് അത് മനസ്സിലാവുമല്ലോ. അപ്പോൾ കൂട്ടുകാരുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. സോ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ ബൈ.